വെൽക്കം ബാക്ക് ചാനൽ. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് നമ്മുടെ ഐലൻഡും കാര്യം തന്നെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഇനി ഒരു ഐലൻഡും കൂടെ പണിയാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ഇന്നൊരു ഫാമിംഗ് ഏരിയയും കൂടെ സെറ്റാക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകണേക്കാളും മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കനൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ ബ്ലോക്ക് ഒട്ടിച്ച് തുടങ്ങാം. ബ്ലോക്ക് ഞാൻ വെച്ചാൽ ഇവിടെ നിന്നാണ് എൻ്റെ സംശയം. ഇവിടെ ബ്ലോക്ക് ഇരിക്കണം. അവിടെ അല്ലായിരുന്നു, ഇതിൻ്റെ താഴെയായിരുന്നു. ഞാൻ കാര്യം മറന്നു. നമുക്ക് എന്താ ഇത് പൊട്ടിക്കാം. നമുക്കിത് പൊട്ടിക്കാം. ഇവിടെയാണ് സാധനം ഇരിക്കണത്. ഫിക്കാസ് കയ്യിലൊക്കെ എടുത്തിട്ട് നമുക്കിന്ന് പറ്റുവാണെങ്കിൽ ഒരു ഐലൻഡ് ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ ഒരു ബോൺ ഇരിക്കണ്ട. ബോൺ വല്ല ഇരിക്കണ്ടോ നോക്കാം. ഇല്ല. മാറിക്കട്ടെ. ഒരു കൗവിനെ കിട്ടി. ബെഡ്റൂം നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാൻ പറ്റി. അടുത്ത ലെവലിലേക്ക് നമ്മൾ എന്തായാലും കിടക്കുക. ഓക്കെ ഗൈസ്, അടുത്ത ലെവലിലേക്ക് എത്തി. ഡ്യൂറേഷൻ ഓഫ് ബ്ലോക്ക് 150 ബ്ലോക്ക്. ഓക്കെ, നമുക്ക് അത്രയും ബ്ലോക്ക് പൊട്ടിക്കണം. കാര്യം അപ്പോൾ നമ്മൾ കേവിലെങ്ങാണ്ട് എത്തിയാണ്. അയൺ വല്ലതും ഉണ്ടോ? അയൺ എടുക്കാനില്ല. പൊട്ടിക്കാം. ബാബാ അവനൊക്കൊന്ന് നമ്മളിപ്പോൾ കേവില. നമുക്ക് സാഡിൽ കിട്ടി. സാഡിൽ ഇവിടെ വലിയ ഉപകാരമൊന്നുമില്ല, എന്നാലും വച്ചേക്കാം. ഹൾക്കിൻ്റെ ഇതും കിട്ടി. ഇതിവിടെ വച്ചിട്ട് സാഡിൽ ഓക്കെ. നമുക്ക് പൊട്ടിക്കാം. നമ്മളിപ്പോൾ കേവ് ലെവലിലാണ് എത്തിക്കുന്നത്. പൊട്ടിയുടെ ക്രീപ്പർ പൊട്ടി. നഷ്ടമായി. സാരമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു കുറച്ച് മരം വെട്ടിയിട്ട് ട്രീ ഫാർമിൽ എന്തായാലും നന്നായി. നമുക്കിവിടെ ട്രീ ഫാർമിൽ എന്തായാലും
നന്നായി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് മരം വെട്ടിയ കാര്യം തീർന്നില്ലേ. സോറി. ഇവിടെ ഇങ്ങനെ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് അവിടെ പോയിട്ട് സ്ലാബ് ഉണ്ടാക്കി അതിൻ്റെ സൈഡിൽ വയ്ക്കാം. ഇവിടേക്ക് നമുക്കിത് പ്ലേസ് ചെയ്യാം. നമുക്ക് എന്നിട്ട് കുറച്ച് സ്ലാബ് ക്രാഫ്റ്റ് ചെയ്യാം. സ്ലാബിന് ഇങ്ങനെ എത്തണം 24 മിനിറ്റ്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 12 മതി. നോക്കട്ടെ. ഇവിടെ വരണം. ഓക്കെ. ഇവിടെ വരണം. ഓക്കെ, കഴിഞ്ഞു. നമുക്കിനി ഇത് കുറച്ചും കൂടെ സേഫ് ആക്കാം. അപ്പോൾ സേഫ് ആക്കാനുള്ള സമയം കാണിച്ചു തരാം. ആദ്യം നമ്മൾ വുഡുണ്ടാകും കുറച്ച് ഇത് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇപ്പം ഞാനിതേ പൊട്ടിച്ചിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു ടെസ്റ്റും കാര്യങ്ങളൊക്കെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തതും കിട്ടി. നമുക്ക് കുറച്ച് ഫുഡും പോയ സൈഡിൽ വീണ്ടും കിട്ടി, ഒരെണ്ണം കിട്ടി. പിന്നെ നമുക്ക് ലാവ പിന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. ഇത്ര സാധനങ്ങൾ നമുക്ക് കിട്ടി. പിന്നെ സാപ്ലിങ്സൊക്കെ നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. പിന്നെ കോൾ കിട്ടി. പിന്നെ നമുക്ക് അയണും കിട്ടി മൈൻ ചെയ്ത്. പിന്നെ ഞാനിവിടെ സേഫായി മൈൻ ചെയ്യാൻ വേണ്ടി ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ കുഴിയിലൊന്ന് ഇറങ്ങാം, പൊട്ടിക്കാം, മൈൻ ചെയ്യാം. ഒരു ബ്ലോക്കും കൂടെ കുറച്ചാലും അപ്പം സ്മൂത്താവും. അങ്ങനെ ഒരു ബ്ലോക്കും കൂടെ കുറച്ചിട്ട് അല്ലെങ്കിൽ മോബുകൾ ഇവിടെ വന്ന് സ്പോണാവും. ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ഒരു ബ്ലോക്കും കൂടെ നമുക്ക് കുറച്ച് താഴ്ത്തി വയ്ക്കാം. താഴ്ത്തി കാര്യം തന്നെ വയ്ക്കാം. മതിയാവും. ഒരു ബ്ലോക്കും കൂടെ താഴ്ത്തി വയ്ക്കാം. ഈ ഒരു ലെവൽ മതിയാവും. വച്ച് നോക്കാം. പിന്നെ വെച്ച് നോക്കിയാൽ ചിലപ്പോൾ ഈ മോബൊന്ന് സ്പോണായില്ല. അങ്ങനെ മതി. ഈ സൈഡും അപ്പം ഇങ്ങനെ വന്യ മോബൊക്കെ ഇവിടെ സഫക്കേറ്റ് അടിക്കും. ഒരു മരം കൂടെ വെക്കട്ടെ, ഇത് ശരിയാവില്ല. ഇവിടേക്ക് ഒരു മരം നട്ടു വയ്ക്കാം. പോവാൻ പിന്നെ താഴ്ന്നിട്ട് വീണ്ടും നമുക്കൊരു അയൺ ടൂൾ ക്രാഫ്റ്റ് ചെയ്യാം. വീണ്ടും നമുക്ക് ടൂൾസ് ക്രാഫ്റ്റ് ചെയ്യാം.
ഭാഗ്യമൊന്നും പറ്റിയില്ല. പക്ഷേ വലത്തോട്ടും പൊട്ടിയ ഇല്ലല്ലോ. ഏകദേശം സേഫാക്കാം. എന്താ അങ്ങനെ പൊട്ടിയൊന്നുമില്ല. കുറച്ചും കൂടെ സേഫാക്കാം. അങ്ങനെ ക്രീപ്പർ എവിടെ നിന്ന് വന്നാൽ പൊട്ടിയേ? ഓക്കെ, ഇത് മതി. നമുക്ക് ഇനിയും തുടങ്ങാം. ഇതിൻ്റെ മുകളിൽ സ്പോണാണ്. മുകളിലേക്കാണ് സ്പോണാണിത്. ഇതിപ്പോൾ കഴിഞ്ഞ അപ്ഡേറ്റിലൊന്നും അങ്ങനെ വരാറില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് സ്പോണാണ്. അപ്പോൾ സ്പോണാണ് സ്ഥലത്ത് ഒരു ബ്ലോക്ക് വെച്ച് അതിൻ്റെ മുകളിൽ സ്പോണാവില്ലേ? അതിൻ്റെ മുകളിൽ സ്ലാബ് വെച്ചാലാ? ഓക്കെ, ഇപ്പോൾ മെയിൻ ചെയ്ത് നോക്കാം. അതിന് കിട്ടി. ഫസ്റ്റ് അതിനുണ്ട് ഓൾറെഡി. പക്ഷേ നമുക്ക് ഓവറായിട്ട് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. ഓക്കെ, നമുക്കിനി ഈ എപ്പിസോഡ് വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ഇത് സേഫാക്കാനുണ്ട്. അപ്പോൾ ഞാനതൊന്ന് നെറ്റിലൊക്കെ നോക്കി ഒന്ന് സേഫാക്കി വെക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഈ കൺട്രോളറും കാര്യങ്ങളൊന്നും ഹൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്കും ഒരു ബുദ്ധിമുട്ടാണ് തോന്നി. അതുകൊണ്ട് നമ്മൾ കൺട്രോളറും കാര്യങ്ങളൊക്കെ ഹൈഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്താണ് ബെല്ലൈക്കനൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.